नमस्ते छात्र, तुम कैसे हो? अच्छा है ना? ठीक है. കലോത്സവമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടൊക്കെ ഇരിക്കുക അല്ലേ? കലോത്സവത്തിൽ എല്ലാവരും ഓരോ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചിരുന്നു അല്ലേ? നമ്മളിലുള്ള കഴിവുകളൊക്കെ പുറത്തു വന്നു. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ് അല്ലേ? നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പം പ്രോഗ്രാം അവതരിപ്പിക്കാത്തവർ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കണ്ടു കാണുമല്ലോ, എല്ലാവരും കണ്ടു കാണും. എല്ലാ കുഞ്ഞുങ്ങളും വളരെ സിൻസിയറായിട്ട് തന്നെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഈ സമയത്ത് നമുക്കറിയാം, നമുക്കൊന്നും പുറത്തിറങ്ങാനൊന്നും കഴിയാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നമുക്കിപ്പം. എന്നിരുന്നാലും നമ്മളുടെ കഴിവുകൾ അങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ കഴിവ് വികസിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ അതിനു വേണ്ടി നിങ്ങളുടെ കഴിവുകളെ പുറത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വെർച്വൽ കലോത്സവം സംഘടിപ്പിച്ചത്. അത് ഈശ്വരൻ്റെ കൃപയാൽ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവർക്കും നടത്താനായിട്ട് നമുക്ക് വളരെ പരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു കലാമേള നമ്മൾ അവതരിപ്പിച്ചു അല്ലേ? അപ്പം എല്ലാവരും അവരവരുടെ കഴിവുകൾ അനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ എല്ലാവരും തന്നെ അവതരിപ്പിച്ചിരുന്നു. അപ്പം ആരും മോശക്കാരൊന്നും അല്ല, എല്ലാവരിലും കഴിവുകളുണ്ടല്ലേ? നമ്മൾ പറയും പഠിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരായിട്ട് ആരുമില്ല, കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. പഠിക്കാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ വരയ്ക്കാൻ കഴിവുള്ളവരാണ് അല്ലേ? എന്നാൽ ചില കുട്ടികൾ പാടാൻ കഴിവുള്ളവരാണ്, എന്നാൽ ചിലർ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ്, ചിലർ കവിതകൾ എഴുതി അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ഒത്തിരി കഴിവുകൾ നമ്മളിലൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ തെളിയിക്കുകയും ചെയ്തു. ഇനിയും അവസരങ്ങൾ ഉണ്ടാവും ഓരോ കാര്യങ്ങളിൽ. എല്ലാവരും അവരവരിലുള്ള കഴിവുകൾ പുറത്തെടുക്കുക, അതിനെ വികസിപ്പിക്കുക. ഓക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. പഠന കാര്യങ്ങളിൽ ഒരു വിമുഖത കാണിക്കരുത്. അടുത്ത മാസം ഇപ്പോൾ എക്സാം വരുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ആവേണ്ടതായിട്ടുണ്ട്. നോട്ടുകളൊക്കെ പെൻഡിങ് ആയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യുക? നോട്ട്സ് എല്ലാം എഴുതുക, ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കാണുക, പിന്നെ നന്നായിട്ട് പഠിക്കുക. മിടുക്കന്മാരും മിടുക്കികളും ആവുക. ഒരു 0 വർഷമാക്കി കളയാതെ ഇതിനെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി എല്ലാവരും തന്നെ നന്നായിട്ട് അവരവരുടെ പാർട്ട് ചെയ്യുക. പിന്നെ അനുസരണാശീലമുള്ളവരായിരിക്കണം അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വലുതാവുമ്പോഴാണ് അറിയുന്നത്. ഇപ്പം നമുക്ക് തോന്നും പറയുന്നത് പലതും നമ്മൾ ചെവിക്കൊള്ളില്ല. ചിലപ്പോൾ അമ്മ മോനെ അങ്ങനെ ചെയ്യരുത്, അല്ലെ മോളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കൂടുതൽ സമയവും TV കണ്ടുകൊണ്ടിരിക്കും. അധിക സമയം TV കാണാതെ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ചെയ്യേ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അമ്മയോട് ദേഷ്യം തോന്നും അല്ലേ? പക്ഷേ കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മളുടെ കണ്ണിനെയും തലച്ചോറിനെയൊക്കെ ഇത് ബാധിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അന്ന് അമ്മ പറഞ്ഞത് അനുസരിക്കേണ്ടതായിരുന്നു, അച്ഛൻ പറഞ്ഞത് അനുസരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ അന്ന് ചിന്തിക്കും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനുഭവ സമ്പത്തുള്ള നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് അതെല്ലാവരും ചെവിക്കൊള്ളുക, അനുസരിക്കുക. കേട്ടാൽ മാത്രം മതിയോ? അല്ല, പിന്നെയോ അത് അനുസരിക്കുക, പ്രാവർത്തികമാക്കുക. അപ്പം എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ആവട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പം എല്ലാ ദിവസവും നിങ്ങൾ എഴുതുന്ന നോട്ടുകൾ നന്നായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക. വായനാശീലം ഒരു ദിവസം പോലും മാറ്റി വെക്കരുത്. പത്രം, ന്യൂസ് പേപ്പറുകൾ വായിക്കണം. അങ്ങനെ ചെറിയ ചെറിയ നല്ല ബുക്കുകളൊക്കെ കിട്ടുന്നതൊക്കെ വായിക്കണം. വായന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഭാവിയിൽ നമുക്കറിയാം, ഇനി വരുന്ന നാളുകൾ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പോൾ അതിനകത്ത് ധാരാളം ഇൻ്റർവ്യൂകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് മികവ് തെളിയിക്കണമെങ്കിൽ, മികവ് കാഴ്ചവെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വായന ഒരു ശീലമാക്കിയേ മതിയാവും. പല ബുക്കുകൾ വായിക്കുക, ആ ബുക്ക് എഴുതിയ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിലൂടെ നമുക്ക് ധാരാളം ദിവസവും പത്രവായന ശീലമാക്കുക.
അങ്ങനെ നമ്മളൊരു 3-4 ദിവസം അടുപ്പിച്ച്, ചിലപ്പോൾ അച്ഛനും അമ്മയും നിർബന്ധിച്ചായിരിക്കും പത്രം വായിക്കുന്നത്. പക്ഷേ 4-ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? തനിയെ പത്രം എടുത്ത് വായിക്കും. രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ പലർക്കും അത് അനുഭവം ഉണ്ടാവും അല്ലേ? സ്ഥിരം ചെയ്യുന്നവർക്ക് ഒരു ദിവസം പത്രം വന്നില്ലെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അത് വായിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവും അല്ലേ? അതാണ് നമ്മുടെ ശീലം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ओके प्रिय छात्र, हमें पिछली कक्षा में और बीते हुई कक्षा में मातृभाषा की पहचान नामक पाठ पढ़ा और उसकी कुछ अभ्यास भी दे दिया है ना। यहाँ तक की नोट मैंने दे दिया। बाकी भाग इन शब्दों के अर्थ हिंदी और अपनी मातृभाषा में लिखिए. ഇത് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ ഹിന്ദി വേർഡും മലയാളം വേർഡും അത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന വർക്കുകളാണ്. നിങ്ങളത് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. ദെൻ ലിംഗ് ബദൽക്കർ ലിഖി. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് ലിംഗ് ബദൽക്കർ ലിഖിയെ और സഹി ലിംഗ് ലിഖിയെ. അതായത് ലിംഗ് ബദൽക്കർ ലിഖിയ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ ജെൻഡർ ആണ്. അതായത് മെയിൽ ജെൻഡർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഫീമെയിൽ ആക്കുക. അതായത് മസ്കുലർ ജെൻഡർ ആണ് തന്നിരിക്കുന്നത്. മസ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? പുല്ലിംഗം അല്ലേ? അത് മസ്കുലർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഫെമിനൈൻ ആക്കുക. ഫെമിനൈൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ മസ്കുലൈൻ ആക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ലിംഗലിഖിയെ തന്നിരിക്കുന്ന വാക്ക് ഏത് ജെൻഡറിൽ പെടുന്നതാണെന്ന് എഴുതുക എന്നാണ് ലിംഗലിഖിയെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇവിടെ ചേഞ്ച് ദ ജെൻഡർ ആണ്. അത് രാജ എന്ന് തന്നാൽ ആ രാജ എന്നുള്ളത് മസ്കുലൈൻ ജെൻഡറാണ്. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? രാജായുടെ ഫെമിനൈൻ ജെൻഡർ റാണി. കണ്ടോ? രാജ, റാണി. ശിക്ഷിക, ശിക്ഷിക മീൻസ് ഫീമെയിൽ ജെൻഡറാണ്, ഫെമിനൈൻ ജെൻഡറാണ്. അതിൻ്റെ മസ്കുലൈൻ ജെൻഡർ ശിക്ഷക്. മോർ, പീകോക്കാണ്, അതിൻ്റെ പി ഹെൻ, മോർനി. വിദ്വാൻ മസ്കുലൈൻ ജെൻഡറാണ്, അതിൻ്റെ ഫെമിനൈൻ വിദുഷി. സേവിക ഫെമിനൈൻ ജെൻഡറാണ്, അതിൻ്റെ മസ്കുലൈൻ ജെൻഡർ സേവക്. ഷേർനി ഫെമിനൈൻ ആണ്, അതിൻ്റെ മസ്കുലൈൻ ഷേർ. കണ്ടോ? അപ്പോൾ രാജ, റാണി, ശിക്ഷിക, ശിക്ഷക്, മോർ, മോർനി, വിദ്വാൻ, വിദുഷി, സേവിക, സേവക്, ഷേർനി, ഷേർ. ദെൻ സുലേഖ്, ഹമേം അപ്നി മാതൃഭാഷ കാ സമ്മാൻ കർണ ചാഹിയെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതൃഭാഷയെ ആദരിക്കണം അല്ലേ? അത് നിങ്ങൾ സുലേഖ ആയിട്ട് എഴുതുക. ദെൻ ശ്രുതലേഖ കെ ലിയെ കുച്ച് ശബ്ദ ഹാം ദേ ദിയ. ബ്രാഹ്മൺ, ബുദ്ധിമത്ത, അചംഭിത, തെനാലി രാമൻ, കാണ്ട, വിദ്വാൻ, കൃഷ്ണദേവ്, അത്യന്ത്. കണ്ടോ? ദെൻ സറ ഇനേം ഭി ജാനെ. നമുക്കിതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം. യഹാം ക്യാ ദേത്തി ഹേ? हाँ, यहाँ दो आदमी हैं. दो आदमी अपने आप പരസ്പർ ബാത്ചീത് കർത്തി ഹെ. സംഭാഷണം നടത്തുകയാണ് രണ്ടുപേര് അല്ലേ? നോക്കാം എന്താ ഇതിൽ പറയുന്നതെന്ന്. ഭാഷ संपर्क का माध्यम है. भाषा के द्वारा हम संसार के सभी व्यक्तियों से बातचीत करते हैं. संसार में कई प्रकार की भाषाएं बोली जाती हैं. फ्रेंच, जर्मन, अंग्रेजी, जापानी आदि. भारत में भी अलग अलग स्थानों पर अलग अलग प्रकार की भाषाएं बोली जाती हैं, जिनमें से 32 भाषाओं को संविधान द्वारा मान्यता प्राप्त है. ये है, देखिए, ഭാഷ സമ്പർക്ക കാ മാധ്യം ഹെ. ഭാഷ നമ്മുടെ സമ്പർക്കത്തിനുള്ള, പരസ്പരം അറിയുന്നതിനുള്ള മാധ്യമമാണ് ഭാഷ. ഭാഷ കെ ദ്വാര ഹം സംസാർ കെ സഭി വ്യക്തിയോം സെ ബാത്ചീത് കർത്തെ ഹെ. അല്ലേ? നമുക്കറിയാം ഭാഷയിലൂടെയാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നത്, ഇടപെടുന്നത്, വാർത്താവിനിമയം നടത്തുന്നത്. സംസാർ മേ കൈ പ്രകാർ കി ഭാഷായും ബോലി ജാത്തി ഹെ. നമുക്കറിയാം ലോകത്തിൽ പല
ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഫ്രഞ്ച്, ജർമ്മൻ, അംഗ്രേസി, ജാപ്പാനി ആദി അല്ലേ. ഫ്രഞ്ച് ഭാഷയുണ്ട്, ജർമ്മൻ ഭാഷയുണ്ട്, അംഗ്രേസി ഇംഗ്ലീഷുണ്ട്, ജാപ്പാനിയുണ്ട്, അങ്ങനെ പല ഭാഷകളും സംസാരിക്കുന്നുണ്ട്. भारत में भी अलग अलग സ്ഥാനോं पर अलग अलग प्रकार की ഭാഷയും बोली जाती है. നമുക്കറിയാം ഭാരതത്തിലും അതായത് ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്. जिनमें से 32 ഭാഷാओं को संविधान द्वारा മാന്യത പ്രാപ്ത. ഒത്തിരി ധാരാളം ഭാഷയുണ്ടെങ്കിലും അതിൽ 22 ഭാഷകളാണ് നമ്മുടെ ഭരണ സംവിധാനം അംഗീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണത്? അസമിയ, ബംഗള, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാഠി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃത്, സിന്ധി, തമിഴ്, തെലുഗു, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗരി. കേട്ടോ, ഇത്രയും ഭാഷകൾ ഇന്ത്യ അംഗീകരിച്ച, അതായത് ഇന്ത്യൻ ഭരണ സംവിധാനം അംഗീകരിച്ച ഭാഷകളാണ് ഈ പറയുന്നതൊക്കെ. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക ഏതൊക്കെ ഭാഷകളാണെന്ന്. ഓക്കെ, देन पाठ से आगे नीचे दिए गए चित्रों को देखिए और सोचकर बताइए ये किस भाषा में बात कर रहे होंगे. നമുക്കറിയാം ഓരോരുത്തരുടെയും ആ ഒരു വേഷധാരണ രീതി കാണുമ്പോൾ നമുക്കറിയാം അവർ ഏത് പ്രദേശത്തുള്ളവരാണ്, അവരുടെ ഭാഷ എന്താണെന്ന്. നമ്മളൊക്കെ ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് നമ്മൾ പറയും. നമ്മളൊക്കെ ഭാരതീയരാണെങ്കിലും നമ്മളെന്താണ്, നാനാത്വത്തിൽ ഏകത്വമുള്ളവരാണ് അല്ലേ. നമുക്കറിയാം പലയിടത്ത് പല ഭാഷ സംസാരിക്കുന്നവർ, പല വേഷഭൂഷ രീതികളുള്ളവർ, പല സംസ്കാരമുള്ളവർ ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെയും നമ്മളെല്ലാവരും എന്താണ്, ഒന്നാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു തത്വമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി മീൻസ് അല്ലേ. അതാണ് അത് പറയുന്നത്. ഇനി നമുക്ക് ഓരോരുത്തരെയും, ഇപ്പം നമ്മുടെ കേരളീയരുടെ വേഷധാരണ രീതി എന്ന് പറയുന്നത് സാരിയാണ്. സ്ത്രീകൾക്ക് സാരി അല്ലെങ്കിൽ പാവാട ബ്ലൗസ് അല്ലേ. ഇപ്പം നമ്മൾ ചുരിദാറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ കേരളീയരെ അറിയുന്നത് പുരുഷന്മാർക്ക് മുണ്ടും ഷർട്ടും, സ്ത്രീകൾക്ക് സാരിയും ബ്ലൗസുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ഗുജറാത്തിലുള്ളവർക്കാണെങ്കിൽ അല്ല പഞ്ചാബിലുള്ളവർക്കാണെങ്കിൽ തലപ്പാവ് പ്രത്യേക രീതിയിൽ അവർ തലപ്പാവ് കെട്ടുന്നവരുണ്ട്. പല സംസ്ഥാനങ്ങളിലും തലപ്പാവ് ധരിക്കുന്നവരുണ്ട്, എങ്കിലും അവരുടെ ആ സ്റ്റൈല് സെപ്പറേറ്റഡ് ആണ് അല്ലേ, വ്യത്യസ്തമാണ്. देखिए हम किसकी जनता है, ये किसकी जनता है? यह पंजाबी है. ये कौन सी भाषी है? पंजाबी भाषा भाषी है. ये है उसकी वेशधारणा, वेशभूषा से हमें मालूम हुआ कि यह राजस्थानी है, यह मराठी है. मराठी की वेशभूषा अलग है, राजस्थानी से अलग है मराठी की लोगों की वेशभूषा. देन यह कन्नड़ की लोग है, कन्नड़ भाषा भाषी है. यह हिंदी भाषा भाषी है, यह ബംഗള ഭാഷാഭാഷി ഹേ. കണ്ടോ, അപ്പോൾ ഏതൊക്കെ രാജ്യത്തു നിന്നുള്ളവരാണ്? പഞ്ചാബി, രാജസ്ഥാനി, മറാഠി, കന്നഡ, ഹിന്ദി और बंगला ഭാഷാഭാഷി ഹേ. ഏ സഭി ലോഗ് സംശയ. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എഴുതി വെക്കുക. പരീക്ഷയ്ക്ക് അഥവാ ചോദിച്ചാലും നിങ്ങളിതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുക, പറയുക. ദെൻ अपना घर सरा इन्हें भी जानिए. देखिए ये क्या है? സലിം അലി രാഷ്ട്രീയ ഉദ്യാൻ. കണ്ടോ, നമുക്കറിയാം പക്ഷി സങ്കേതമാണ്, ധാരാളം പക്ഷികളെ വളർത്തുന്ന പരിചരിക്കുന്ന സ്ഥലമാണ് സലിം അലി നാഷണൽ പാർക്ക്. അതെവിടെയാണ്? ഗോവയിലാണ്. ഇത് പഠിച്ചു വെച്ചോണേ ഓരോ ഇതും എവിടെയാണെന്ന്. അടുത്തത് അടുത്തത് നോക്കിയേ, കേവലാദേവ് രാഷ്ട്രീയ ഉദ്യാൻ. കേവലാദേവ് രാഷ്ട്രീയ ഉദ്യാൻ അതെവിടെയാണ്? രാജസ്ഥാനിൽ. അടുത്തത് ഗിർ രാഷ്ട്രീയ ഉദ്യാൻ, ഗിർ ഫോറസ്റ്റ് എവിടെയാണ്? ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിലാണ്. അടുത്തത് പെരിയാർ രാഷ്ട്രീയ ഉദ്യാൻ. ഇതൊക്കെ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ധാരാളം. കർണാടകത്തിലാണ് പെരിയാർ നാഷണൽ പാർക്ക്. അടുത്തത് ഇരവികുളം രാഷ്ട്രീയ ഉദ്യാൻ. അതെവിടെയാണ് ഇരവികുളം രാഷ്ട്രീയ ഉദ്യാൻ? കേരളത്തിലാണ് അല്ലേ. അപ്പം അടുത്തത്
ജിം കോർബറ്റ് നാഷണൽ ഉദ്യാൻ, രാഷ്ട്രീയ ഉദ്യാൻ, അതെവിടെയാ? ഉത്തരാഖണ്ഡിൽ. അവിടെ കടുവകളെ സംരക്ഷിച്ചിരിക്കുന്നതാണ് കൂടുതലായിട്ടും. അപ്പോൾ ഓരോ ഉദ്യാനത്തിലും ഓരോ ജീവികളെ പ്രത്യേക സംരക്ഷണയിൽ വരുത്തുന്നതാണ്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉദ്യാൻ തമിഴ്നാട്. അവിടെ ധാരാളം മാനുകളെയാണ് കൂടുതലായിട്ട് അവരെ ഇണക്കി വളർത്തുന്നത് അല്ലെങ്കിൽ പരിചരിച്ചത്. മറ്റ് ആനിമൽസ് ഉണ്ട് എങ്കിലും അവിടുത്തെ പ്രത്യേകത മാനുകളാണ്. കാസിരംഗ രാഷ്ട്രീയ ഉദ്യാൻ, അതെവിടെയാണ്? ആസാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം അല്ലേ? ആസാമിലെ കാസിരംഗ രാഷ്ട്രീയ ഉദ്യാൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തന്നിരിക്കുന്ന നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ ഞാനൊരു ടാസ്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മാതൃഭാഷ കി പെഹചാൻ എന്ന പാഠം നിങ്ങൾ അതിൻ്റെ പകുതി ഭാഗം ഒരു 5-6 പാരഗ്രാഫ് നിങ്ങൾ വായിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എടുക്കുക, അതെനിക്ക് അയച്ചു തരിക. മനസ്സിലായോ? പുസ്തകം വായിക്കുന്നത് ഓഡിയോ പിടിച്ചിട്ട് അത് എനിക്ക് അയച്ചു തരിക. നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ എനിക്ക് ഓഡിയോ അയച്ചു തരിക. നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് തെറ്റുകൂടാതെ പാഠഭാഗം വായിക്കുന്നത് എനിക്ക് വീഡിയോ ഇട്ട് തരണം. ഓക്കെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കുക. നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, പിന്നെയോ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്കോ ധന്യവാദ്.